പോപ്പ് ഫ്രാൻസിസിന്റെ പിൻഗാമിയെ തെരഞ്ഞെടുക്കുന്നതിനുള്ള കർദിനാൾമാരുടെ കോൺക്ലേവിന് ഇന്ന് തുടക്കമാവും. കർദിനാൾ സംഘത്തിന്റെ തലവൻ ജിയോവനി ബാലിസ്റ്റാറേയും കമർലെങ്കോ കർദിനാൾ കെവിൻ ഫാരലും തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകും. ഇന്ന് ഒരു വോട്ടെടുപ്പ് നടക്കും. പാപ്പാ തെരഞ്ഞെടുപ്പിൽ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കർദിനാൾമാർ പങ്കെടുക്കുന്ന കോൺക്ലേവും ഇത്തവണത്തേതാണ്. വിശുദ്ധ പത്രോസിന്റെ പിൻഗാമിയെ തെരഞ്ഞെടുക്കുന്നതിന് 21-ാം നൂറ്റാണ്ട് സാക്ഷ്യം വഹിക്കുന്ന മൂന്നാമത്തെ കോൺക്ലേവിനാണ് വത്തിക്കാനിൽ തുടക്കമാകുന്നത്. പോപ്പിന്റെ പിൻഗാമിയെ പ്രവചിക്കുക അസാധ്യമാണെങ്കിലും സാധ്യതാ പട്ടികയിലുള്ളവരുടെ പേരുകൾ മാധ്യമങ്ങളും വത്തിക്കാൻ നിരീക്ഷകരും വാതുവെപ്പുകാരും പങ്കുവയ്ക്കുന്നുണ്ട്. യൂറോപ്പിനും ഏഷ്യയ്ക്കും ആഫ്രിക്കയ്ക്കുമാണ് കൂടുതൽ സാധ്യത. യൂറോപ്പിൽ നിന്ന് 5-ഉം ഏഷ്യയിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നുമായി 1 വീതം കർദിനാൾമാരുടെ പേരുകളാണ് പറഞ്ഞു കേൾക്കുന്നത്. ഇറ്റലിയിൽ നിന്ന് 3 കർദിനാൾമാർ മുൻഗണനാ പട്ടികയിലുണ്ട്. ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയട്രോ പരോളിനാണ്. 2-ാം സ്ഥാനത്ത് ഏഷ്യൻ ഫ്രാൻസിസ് എന്നറിയപ്പെടുന്ന കർദിനാൾ ആന്റോണിയോ ടഗ്ലെ. തൊട്ടുപിന്നിൽ ഇറ്റലിയിൽ നിന്നുള്ള മെറ്റിയോ സുപ്പിയും പിയർ ബാറ്റിസ്റ്റ പിസബെല്ലയും. ഹംഗറിയിൽ നിന്നുള്ള കർദിനാൾ പീറ്റർ എർദോയും ഗാനയിൽ നിന്നുള്ള കർദിനാൾ പീറ്റർ ടക്സണും ഫ്രാൻസിൽ നിന്നുള്ള കർദിനാൾ ഷീൻമാർക്ക് അവേലിനും സാധ്യതാ പട്ടികയിലെ പിൻനിരക്കാരാണ്. തെരഞ്ഞെടുപ്പ് പ്രവചനം അസാധ്യമാക്കും വിധം കോൺക്ലേവിന്റെ ഘടന അതിസങ്കീർണമാണ്. കംബോഡിയ, മംഗോളിയ തുടങ്ങിയ ചെറുരാജ്യങ്ങൾക്ക് പോലും ഇത്തവണ കോൺക്ലേവിൽ പ്രാതിനിധ്യമുണ്ട്. പോപ്പാവാൻ സാധ്യത കൽപ്പിക്കപ്പെട്ടവരിൽ ഈ നൂറ്റാണ്ടിൽ തെരഞ്ഞെടുക്കപ്പെട്ടത് ഒരാൾ മാത്രമാണ്, ജോസഫ് റാറ്റ്സിംഗർ എന്ന ബെനഡിക്ട് 16-ാമൻ മാത്രം. കോൺക്ലേവിൽ വോട്ടവകാശമുള്ള 135 കർദിനാൾമാരിൽ 133 പേർ പങ്കെടുക്കും. ഇന്ത്യയിൽ നിന്ന് 4 കർദിനാൾമാർക്കാണ് വോട്ടവകാശം. കർദിനാൾമാരായ ഫിലിപ്പ് നേരി ഫെറാവോ, ആന്റണി പൂള, മാർ ക്ലിമീസ് കാതോലിക്ക ബാവ, മാർ ജോർജ് കൂവക്കാട് എന്നിവർക്കാണ് വോട്ടവകാശം. സമൂഹ ദിവ്യബലിക്ക് ശേഷം പൗളിൻ ചാപ്പലിൽ നിന്ന് കർദിനാൾമാർ പ്രദക്ഷിണമായി സിസ്റ്റൈൻ ചാപ്പലിൽ പ്രവേശിക്കും. ഇന്ന് ഒരു വോട്ടെടുപ്പ് മാത്രമേ ഉണ്ടാവൂ. 2-ാം ദിനം മുതൽ പ്രതിദിനം 2 വോട്ടെടുപ്പ് വീതം നടക്കും. 3-ൽ 2 ഭൂരിപക്ഷം ലഭിക്കുന്നതുവരെ വോട്ടെടുപ്പ് തുടരും. സിസ്റ്റൈൻ ചാപ്പലിൽ നിന്ന് വെളുത്ത പുക ഉയരുന്നതിനുള്ള കാത്തിരിപ്പിലാണ് ഇനി വിശ്വാസ സമൂഹവും ലോകവും. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.